Now let's learn about a class of drug which is beta-lactamase inhibitors. So പേര് തന്നെയുണ്ട് ബീറ്റ-ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പെനിസിലിനേസ് ഇൻഹിബിറ്റേഴ്സ്. ഇതെന്തായിരിക്കും? നമ്മളുടെ പെനിസിലിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ അല്ലെങ്കിൽ ബീറ്റ-ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈമിനെ നശിപ്പിക്കുന്ന സർട്ടൻ ഡ്രഗ്സ് ആണ് ബീറ്റ-ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഇതെന്തിനായിരിക്കും ഉപയോഗിക്കുക? നമ്മുടെ ബീറ്റ-ലാക്ടമേസ് എന്താ ചെയ്യുക? ബീറ്റ-ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈം ബീറ്റ-ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ അല്ലെങ്കിൽ പെനിസിലിൻസിൻ്റെ ബീറ്റ-ലാക്ടം റിങ്ങിനെ ഓപ്പൺ അപ്പ് ചെയ്ത് ആ ഡ്രഗിനെ നശിപ്പിക്കുന്ന ഡ്രഗാണ് ബീറ്റ-ലാക്ടമേസ് അല്ലേ. അപ്പോൾ ബീറ്റ-ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് എന്തിനായിരിക്കും ഉപയോഗിക്കുക? ഈ പെനിസിലിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. സോ ദാറ്റ് ദിസ് പർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ നമ്മളുടെ ബീറ്റ-ലാക്ടം ഇൻഹിബിറ്റേഴ്സ് they prevent beta-lactamase or penicillinase, thereby preventing the penicillins from destruction. അപ്പോൾ എപ്പോഴും പെനിസിലിൻസിൻ്റെ ഒപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പാത്തോജൻസിൽ നിന്നും ഈ ഒരു പെനിസിലിനേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ബീറ്റ-ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെനിസിലിൻസിൻ്റെ ബോഡി ഗാർഡായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ബീറ്റ-ലാക്ടമേസ് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബീറ്റ-ലാക്ടമേസ് എന്താ ചെയ്യുക? ദേ പ്രിവെൻറ്റ് ദ എൻസൈം ബീറ്റ-ലാക്ടമേസ് or penicillins which are produced by microorganisms, thereby preventing the opening up of the beta-lactam ring of penicillins and prevent these drugs from destruction. Hence it is used as a combination with penicillins. Clear ayo? So beta-lactamase inhibitors, they bind to and inactivate beta-lactamase, preventing the destruction of beta-lactam antibiotics. So this is used to broaden the antibacterial effect of penicillins. So penicillins in the oppamana idu ubhayikka combination aayittu in order to prevent the drug from destruction and broaden the antibacterial effect of penicillins. Some of the examples are clavulanic acid, sulbactam and tazobactam. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴും ഗിവ് ദ റീസണിൽ ചോദിക്കാറുണ്ട്, വൈ ഇസ് ക്ലാവുലിനിക് ആസിഡ് കമ്പൈൻഡ് വിത്ത് ഏതെങ്കിലും ഒരു ഡ്രഗ്, പെനിസിലിനിൽ പറ്റ ഏതെങ്കിലും ഒരു ഡ്രഗ്, അല്ലെങ്കിൽ വൈ ഇസ് സൾബാക്ടം കമ്പൈൻഡ് വിത്ത് സെഫപാരസോൺ, അല്ലെങ്കിൽ വൈ ഇസ് ടസോബാക്ടം കമ്പൈൻഡ് വിത്ത് പിപ്രാസെലിൻ. സോ ഈ ടസോബാക്ടം അല്ലെങ്കിൽ സൾബാക്ടം അല്ലെങ്കിൽ ക്ലാവുലിനിക് ആസിഡ് കമ്പൈൻഡ് വിത്ത് ഏതെങ്കിലും വേറെ ഒരു ഡ്രഗ്, പെൻസിലിന് പെട്ട വേറെ ഒരു ഡ്രഗ്, വൈ ഇസ് ദിസ് കമ്പൈൻഡ് എന്നും പറഞ്ഞ് ഗിവ് ദ റീസൺ ചോദിക്കാറുണ്ട്. ഉത്തരം നോട്ടിൽ എഴുതിയിടുക. ഇതാണ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലാവുലിനിക് ആസിഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? Clavulanic acid is a beta-lactamase inhibitor. It prevents the beta-lactamase or penicillinase. Thereby, it prevents the opening up of the beta-lactam ring of the penicillins, thereby broadening the antibacterial spectrum of penicillin and preventing the drug from destruction. So that is why this drug is combined with penicillins. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഈ ഒരു പോയിന്റ്, ആദ്യത്തെ 2 പോയിന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് പലപ്പോഴും ചോദിക്കാറുണ്ട്, വൈസ് ക്ലാവുലിനിക് ആസിഡ് കമ്പൈൻഡ് വിത്ത്, അല്ലെങ്കിൽ യൂഷ്വലി അമോക്സിസിലിനായിട്ടാണ് ഈ ഒരു ക്ലാവുലിനിക് ആസിഡ് കമ്പൈൻ ചെയ്യുന്നത്. വൈ സൾബാക്ടം കമ്പൈൻഡ് വിത്ത് സെഫപാരസോൺ ആയിട്ടാണ് കോമൺലി ഇത് കമ്പൈൻ ചെയ്യുന്നത്. വൈസ് ടൈസോബാക്ടം കമ്പൈൻഡ് വിത്ത് പിപ്രാസിലിൻ. ഇങ്ങനെ ഈ 3 ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. 3ൻ്റെയും ഉത്തരം തന്നെയാണ്. ഉത്തരം ഒന്ന് തന്നെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാവുന്നതാണ്. So clavulanic acid, they have no antibacterial activity of its own. It is called as suicide inhibitor അല്ലേ. സ്വയം നശിച്ച് വേറൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആളാണ് ക്ലാവുലിനിക് ആസിഡ്. സോ ദേ ആർ സൂയിസൈഡ് ഇൻഹിബിറ്റർ, അല്ലെങ്കിൽ ഒരു ബോഡി ഗാർഡ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് പെൻസിലിൻസിൻ്റെ ബ്ലാക്ക് കാറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗാണ്. It is combined with amoxicillin, extending its antibacterial spectrum. So
ഓഗ്മെൻറ്റിൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഓഗ്മെൻറ്റിൻ്റെ കോമ്പിനേഷനാണ് അമോക്സിസിലിൻ ക്ലാവലിനിക് ആസിഡ്. Sulbactam, it is a semi-synthetic beta-lactamase inhibitor which is usually combined with ampicillin or cefaperazone. ഈ രണ്ട് ഡ്രഗ്സ് ആയിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ampicillin അല്ലെങ്കിൽ cefaperazone. It is given parenterally as oral absorption is inconsistent. And the next drug is tazobactam, which is combined with piperacillin, and it is usually given for parenteral administration. So this is about beta lactamase inhibitors. Hope you are clear with this.